ആരൊക്കെയാണ് വീട്ടിൽ കയറാൻ പോകുന്നത്? ആദ്യത്തെ ദിവസം റീ എൻട്രി, മറ്റുള്ളവരെ ഞെട്ടിച്ചുകൊണ്ട് വീട്ടിനകത്ത് കയറുന്നത് ആരൊക്കെ? അതെ, ആദ്യത്തെ റീ എൻട്രി വരാൻ പോകുന്നത് ജാൻമണി. കൂടെ ആരൊക്കെ ഉണ്ടാവും? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എൻ്റെ ദൈവമേ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കാര്യമാണ് റീ എൻട്രി. ഇനി ആകെ കൂടെ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ കേട്ടാ, ഈ റീ എൻട്രി. പിന്നെ മിഡ് വീക്ക് എവിക്ഷൻ നടക്കുമോ, അതും കൂടെ എനിക്ക് പറയാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്തായിരുന്നാലും കാത്തിരിക്കാം ആരൊക്കെയാണ് മിഡ് വീക്ക് എവിക്ഷനിൽ പോകാൻ പോകുന്നത്. എനിക്ക് അതിന് മുന്നേ റീ എൻട്രി പറയട്ടെ. ജാൻമണി, ഞാൻ ആദ്യം ഞാനൊന്നൊരു വീഡിയോ ഇട്ടിരുന്നായിരുന്നു, ഒരു മൊത്തം ഓവറോൾ ഒരു വീഡിയോ ഇട്ടിരുന്നത്. ജാൻമണി വീട്ടിൽ കയറി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. എൻ്റെ പൊന്നേ, നാട്ടൊക്കെ റാണിയായിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടറിയാം. എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടാ. പക്ഷേ ഇവർക്കൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുകടാ. പുറത്തെ കാര്യങ്ങളൊന്നും പറയാനൊന്നും പറ്റത്തില്ല. എന്നാലും നോക്കാം നമുക്ക് കേട്ടാ. കാര്യം കഴിഞ്ഞ സീസണിലുമൊക്കെ ഈ റീ എൻട്രികൾ ഒരുപാട് കോളിലൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. സീസൺ 4ലും ഗെയിം മാറ്റിയിട്ടുണ്ടായിരുന്നു റീ എൻട്രീസ് അല്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ജാസ്മിൻ ബ്ലസ്ലി, ആ സംഭവം കുറച്ച് ഗെയിമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ റീ എൻട്രികൾക്കും ഗെയിം മാറ്റാൻ കഴിയുമോ ഒരു പിടിയുമില്ല. എന്നാലും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പക്ഷെ ജാൻമണി വീട്ടിൽ കയറിയിട്ടുണ്ട്. കൂടെ യമുന, നമ്മുടെ യമുന കയറാനുള്ള ചാൻസ് ഉണ്ട്. അറിയാമല്ലോ യമുന. അപ്പോൾ പുള്ളിക്കാരിയും ഇന്ന് കയറാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ടുപേരുടെ കാര്യമേ ഇപ്പോഴെനിക്ക് അറിയുള്ളൂ. ഇനി കൂടുതൽ ആൾക്കാർ ഇന്ന് കയറുമോ ഇല്ലെന്ന് കണ്ടറിയാം. എന്തായാലും ആദ്യം നമുക്ക് നാളെ നമ്മൾ കാണാൻ പോണത് ജാൻമണിയുടെയും യമുനയുടെ ആയിരിക്കും. കൂടെ ഇനി സുരേഷ് സാറും കൂടെ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല. സുരേഷ് അറിയില്ലേ, പുള്ളിക്കാരനും കൂടെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഒന്നെങ്കിൽ 3 പേര് അല്ലെങ്കിൽ 2 പേര് വെച്ചായിരിക്കും കയറുന്നത്. 3 പേര് എന്തായാലും കാണാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കയറിയതിൽ ആദ്യം കയറിയത് ജാൻമണി, പിന്നെ യമുന. ഇതാണ് അറിയാൻ സാധിച്ചത്. പിന്നെ മിഡ് വീക്ക് എവിക്ഷൻസ് നടക്കാനുള്ള ചാൻസുകളും കാണുന്നുണ്ട് കേട്ടോ. ഞാനൊരു പോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സത്യം പറയാനല്ല, ഈ പോളിലൊന്നും എനിക്കിപ്പോൾ ഒരു വിശ്വാസവും ഇല്ല. എൻ്റെ വിശ്വാസമൊക്കെ പോയി. ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ ശ്രീധുവിനാണ് ഏറ്റവും കുറഞ്ഞു കിടക്കുന്നത് പോള്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട് പറയാൻ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. പിന്നെ ഇനി അങ്ങോട്ട്, അതായത് ഗ്രാൻഡ് ഫിനാലിനോടനുബന്ധിച്ച് ടോപ്പ് 5യുടെ കാര്യങ്ങൾ ഒക്കെ പറയാം. സോ ഇതൊരു വലിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ റീ എൻട്രിയിൽ ആദ്യം കയറുന്ന ജാൻമണിയും യമുനയാണ്. കൂടെ സുരേഷും ഉണ്ടാകാനുള്ള ചാൻസേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഏകദേശം കൺഫേംഡ് ആണ്. പിന്നെ പറയാനുള്ളത്, ഇനി അങ്ങോട്ടൊക്കെ എൻ്റെ പൊന്നെ ഗബ്രി മിക്കവാറും നാളെ മറ്റന്നാളോ കയറും. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ ഇതാണ് ഒരു പുതിയ അപ്ഡേറ്റ്. അപ്പോൾ റീ എൻട്രികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ നടക്കും? അപ്പോൾ വീട്ടിൽ ഇനി ഇവിടെ ചത്തിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു ഉഷാറുണ്ടാവട്ടെ, ഉണർവുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജിൻഡോ ജാൻമണി കോംബോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.